നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. വംശീയ വിദ്വേഷം തുളുമ്പുന്ന പ്രസ്താവനകൾ നടത്തിയ 3 പാർട്ടി സ്ഥാനാർത്ഥികൾക്കുള്ള പിന്തുണ റിഫോം UK പാർട്ടി പിൻവലിച്ചു. എഡ്വേർഡ് ഓക്കൻഫുൾ, റോബർട്ട് ലോമാസ്, ലെസ്ലി ലില്ലി എന്നിവരെ പാർട്ടി പിന്തുണയ്ക്കില്ല എന്ന് റിഫോം UK നേതാവ് നൈജർ ഫരാജ് വ്യക്തമാക്കി. NHSൽ ചികിത്സ ലഭിക്കാൻ വൈകുന്നതിനാൽ 100 കണക്കിന് ഹൃദ്രോഗികൾ മരണമടയുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സ്പെഷ്യലിസ്റ്റുകളെ കാണുന്നതിനായി പല രോഗികൾക്കും 1 വർഷം വരെയാണ് കാത്തിരിക്കേണ്ടി വരുന്നത്. ലണ്ടനിലെ ജയിലിൽ തടവുകാരനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ജയിൽ ഉദ്യോഗസ്ഥയ്ക്കെതിരെ കുറ്റം ചുമത്തി. തെക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ HMB വാട്സ്വർത്ത് ജയിലിലാണ് സംഭവം ഉണ്ടായത്. പാർലമെന്റായ നാഷണൽ അസംബ്ലിയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ഫ്രാൻസ്. തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷ പാർട്ടികൾക്ക് വൻ മുന്നേറ്റമെന്ന് റിപ്പോർട്ട്. US പോലീസിന് നേരെ കളിത്തോക്ക് ചൂണ്ടിയ 13 വയസ്സുകാരനെ പിടികൂടി നിലത്തു വീഴ്ത്തിയ ശേഷം വെടിവെച്ചു കൊന്നു. മൻഹാറ്റനിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ യൂട്ടക നഗരത്തിൽ വെള്ളിയാഴ്ചയാണ് സംഭവം. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു. 164 വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള 3 നിയമങ്ങൾ ഇതോടെ ചരിത്രമായി. മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 5 അംഗങ്ങൾ മരിച്ചു. അവധി ആഘോഷിക്കാനെത്തിയ കുടുംബം ഭുസി അണക്കെട്ടിന് സമീപത്തുള്ള വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. കേരളത്തിലെ സർവകലാശാലകളിലെ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരം വനിതാ കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം ജില്ലയിൽ വെണ്ണായൂർ AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച ആരോഗ്യവകുപ്പ്. ഭക്ഷ്യവിഷബാധയേറ്റ് 127 കുട്ടികളാണ് ചികിത്സ തേടിയിരുന്നത്. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പിന്നാലെ 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ടീം ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ. ബാർബഡോസിൽ 2020 ലോകകപ്പ് ഉയർത്തിയ ശേഷമാണ് ജഡേജ കുട്ടി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.